Hello my dear CMA Inter students, it is a very important video. December 2024 എക്സാം ആൻസർ ഷീറ്റ് വാല്യുവേഷൻ ചെയ്തതിന് ശേഷം എക്സാമിനേഴ്സ് റിലീസ് ചെയ്തിരിക്കുന്ന കമൻറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എന്താണ് ജൂൺ 2025 എക്സാമിനേഷനിൽ ഇത് ഫോളോ ചെയ്തിരിക്കണം. വാല്യൂ ചെയ്ത ആൾക്കാരുടെ കമൻറ്റ് എന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ട് 2025 ജൂണിലും സെയിം തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെ കാലം അവർ പറഞ്ഞിരിക്കുന്നത്. ഓർത്തു വെക്കുക, ഇത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ റിലീസ് ചെയ്തൊരു കോൺസെപ്റ്റ് ആണ്. എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇവിടെ എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും പറയുന്നില്ല. അപ്പോൾ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ലോയിനെ കുറിച്ച് ഞാൻ പറയുന്നു. ബാക്കി ഞാൻ ഈ PDF നിങ്ങൾക്ക് എന്താണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ റിലവൻറ്റ് ഫാക്കൽറ്റീസ് ആയിട്ട് നിങ്ങൾ എന്താണ് ബന്ധപ്പെടുക. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യമേ നമ്മൾ നോക്കുന്നത് ലോയ്ക്ക് എങ്ങനെ നമ്മൾ എന്താണ് കേട്ടോ December 2024 ടേമിലാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതുണ്ടോ സജഷൻസ് എന്താണ്, ഹൗ ദ സ്റ്റുഡൻസ് ക്യാൻ ഇംപ്രൂവ് ദെയർ പെർഫോമൻസ്. പേപ്പർ നമ്പർ 5 ബിസിനസ് ലോയ്സിൽ 3 പോയിന്റ്സ് അവർ പറയുന്നുണ്ട്. 3 ഏതാണ്ടൊക്കെ റിലേറ്റഡ് കോൺസെപ്റ്റ് തന്നെയാണ്. ഫസ്റ്റ് വൺ, students should continuously update them with the latest changes. അതായത് യുവർ മെറ്റീരിയൽ നിങ്ങളുടെ മെറ്റീരിയലിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ മെറ്റീരിയൽ ഈസ് റിവൈസ്ഡ് എഡിഷൻ റീപ്രിന്റ് ചെയ്തിരിക്കുന്നതാണ്. അതിനകത്ത് ഒരുപാട് രീതിയിലുള്ള പ്രശ്നമാണ് ഞാൻ പറയാൻ കാരണം. പല രീതിയിലുള്ള എന്താ പറയുക സെക്ഷൻസിൽ പെനാൾട്ടീസ്, പ്രൊവിഷൻസ്, ന്യൂമെറിക്കൽ ആസ്പെക്റ്റ് എല്ലാം മാറിയിട്ടുണ്ട്. അത് ക്രോസ് ചെക്ക് ചെയ്യണം നിങ്ങൾ. ആ മെറ്റീരിയൽ ആണ് നിങ്ങൾ വായിക്കുന്നത്. ഈവൻ ദോ ലേറ്റസ്റ്റ് മെറ്റീരിയൽ ആണെങ്കിൽ ഒരുപാട് കറക്ഷൻസ് ഉണ്ട്, ചേഞ്ചസ് ആയിട്ടുണ്ട്. സോ ദാറ്റ്സ് വൈ ദേ ആർ സീയിങ് യു ഹാവ് ടു അപ്ഡേറ്റ് വിത്ത് ദ ലേറ്റസ്റ്റ് ചേഞ്ചസ്. 6 months ബിഫോർ ചേഞ്ചസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഡെപ്ത് നോളേജ് വേണം. ചുമ്മാ നമ്മുടെ സ്വന്തം ലാംഗ്വേജിൽ എഴുതാൻ പ്രശ്നമില്ല, പക്ഷെ അതിൻ്റെ നോളേജ് എന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിളായിരിക്കണം. കാരണം നമ്മളതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യൂലേ, ആ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റിലവൻറ്റ് ക്ലോസസ് ഓഫ് ദ ആക്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കണം. റിലവൻറ്റ്, സോ ദ വേർഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, സാറ് എന്തെങ്കിലും എഴുതിയാൽ മാർക്ക് കിട്ടുന്നൊരു കോൺസെപ്റ്റ്. അങ്ങനെ എന്തെങ്കിലും എഴുതി വെക്കരുത്. ഷുഡ് ബി ആൾവേസ് റിലവൻറ്റ് എന്ന് പറയുമ്പോൾ എക്സാക്റ്റ് കിട്ടിയില്ലെങ്കിലും മാക്സിമം റിലവൻറ്റ് ഉള്ളത് എഴുതി വെക്കുക. അത് തന്നെ എഴുതി വെച്ചാൽ ഇറ്റ് ഈസ് സച്ച് എ ഗ്രേറ്റ് തിങ്. നെക്സ്റ്റ്, ദർ ഈസ് നോ ജനറൽ ആൻസർ. കാരണം ഇത് ലോയാണ്, പൊതു അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിക്കില്ല. ഇവിടെ എന്താണോ സ്പെസിഫിക് അത് മാത്രമേ നമ്മൾ സ്വീകരിക്കത്തുള്ളൂ. അങ്ങനെ എഴുതിയാൽ ഇറ്റ് ഈസ് പെർഫോം ബെറ്റർ, യു ക്യാൻ പെർഫോം, ബട്ട് ദർ ഈസ് നോ തിങ് ദാറ്റ് യു വിൽ ഗെറ്റ് ഗുഡ് മാർക്സ് ഓർ യു വിൽ ഗെറ്റ് മാർക്സ്. ഓക്കെ, ആൻഡ് സ്റ്റുഡൻസ് ഷുഡ് റീഡ് ദ പ്രൊവിഷൻസ് ഓഫ് ദ വേരിയസ് ആക്ട് ഇൻ ദെയർ ഒറിജിനൽ ലീഗൽ ലാംഗ്വേജ്. ഇവിടെയാണ് നമ്മുടെ ഓൺ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ തെറ്റാന്ന് പറയുന്നതല്ല, ഞാൻ ഒരു രീതിയിലും നിങ്ങൾ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതല്ല. മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, ഒറിജിനൽ ലീഗൽ ലാംഗ്വേജിൽ പ്രസൻറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഒരുപാട് വലിച്ചുവാരി എഴുതാതെ നിങ്ങളുടെ ഗൈഡ് ലൈൻസ് ആൻസറുകൾ കണ്ടിട്ടില്ലേ, എന്നാൽ സിമ്പിളല്ലേ, എന്നാൽ സിമ്പിൾ കുറച്ചേ നൽകിയിട്ടുള്ളൂ. വളരെ ക്ലിയർ കട്ടായിട്ട് അവർ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതേപോലെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ എന്താണ് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്താണ് പെർഫോം ചെയ്യാൻ പറ്റും. അത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 3 പോയിന്റ്സ് ആണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യുക, വളരെ ക്ലിയർ കട്ടായിട്ട് പോയിന്റ് വൈസ് സ്പെസിഫിക് പ്രൊവിഷൻസ് എഴുതുക. സെക്ഷൻസ് പറ്റിയെങ്കിൽ നിങ്ങൾ സെക്ഷൻസ് പഠിക്കുക. ഇങ്ങനെ നമ്മൾ ഈ മെറ്റീരിയൽ വായിക്കുന്ന സമയത്ത് കിട്ടുന്ന ചില ലീഗൽ ടേംസ് നോട്ട് ചെയ്ത് വെക്കുക. വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുക. അങ്ങനെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നല്ലപോലെ പെർഫോമൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാക്ക് പല സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഒരു രീതിയിൽ പറയുന്ന സമയത്ത് പല രീതിയിൽ നമ്മളിപ്പോൾ സിനോണിംസ് യൂസ് ചെയ്യൂല. അങ്ങനത്തെ സിനോണിംസ് നിങ്ങൾ കണ്ടുപിടിക്കുക വായിക്കുന്ന സമയത്ത്. ചുമ്മാ വായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി പഠിക്കാതെ നമ്മൾ വായിക്കുമ്പോൾ വളരെ കൃത്യമായി എന്താണ് സംഭവം ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം അതിനെങ്ങനെ നല്ലപോലെ പ്രസൻറ്റ് ചെയ്യാം. ഐ എം വെരി ഷുവർ ദാറ്റ് വി ഹാവ് എ പ്രോബ്ലം ബിക്കോസ് നമ്മുടെ ക്ലാസ്സസ് മലയാളത്തിലാണ്, നമ്മൾ പഠിക്കുന്ന മലയാളത്തിലാണ്, കേൾക്കുന്ന മലയാളത്തിൽ, എല്ലാം മലയാളത്തിലാണ്. ഇനി ഇതിനെ ഫുള്ളായിട്ട് ഇംഗ്ലീഷിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ലാംഗ്വേജ് ഡിഫിക്കൽട്ടി ഉണ്ട്, നല്ലപോലെ എനിക്കറിയാം. ബട്ട് നമ്മൾ മലയാളത്തിലെ ക്ലാസ് കേൾക്കാൻ പറ്റത്തുള്ളൂ. കറക്റ്റ് അല്ലേ? അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് നിങ്ങളത് ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കൺസെപ്റ്റ് ഇത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനിയും കൺസെപ്റ്റ് ക്ലാരിഫൈ ആയിട്ടില്ലെങ്കിൽ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസും കാര്യങ്ങളും അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളെന്താണ് ഒരു അഫോർഡബിൾ റേറ്റിൽ നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുമാകുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ഓൾ ദി വെരി ബെസ്റ്റ്.